ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകയിരം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമമായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ഉത്തമം. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ മകയിരം നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാണുന്നു. ഇതിലെടുത്ത് പറയേണ്ടത്, നിങ്ങൾക്ക് മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാവുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. ഈ സമയത്ത് ചില ചതികളൊക്കെ നിങ്ങൾക്ക് ചുറ്റും ഒളിഞ്ഞിരിക്കുന്നു. ചിലർക്കൊക്കെ മാതാപിതാക്കളുടെ സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരുന്ന ഒരു സമയം കൂടിയാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ അധിക ചിലവുകളൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾക്ക് ചിലവ് അധികം കൂടിയിരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരുവിധം മുക്തി കാണുന്നു. ഈശ്വര ചിന്തയൊക്കെ കൂടിയിരിക്കുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ ഉപകാര സ്മരണയൊക്കെ ഒന്ന് മറക്കുന്നതാണ്, നന്ദികേട് കാട്ടും. നിങ്ങൾക്ക് സ്തുതി പാഠകരുടെ ശൈല്യം കൂടുന്നതാണ്. നിങ്ങൾ ഒരു വലിയ സംഭവമാണെന്നും പറഞ്ഞ് ചുറ്റിനും കൂടി പുകഴ്ത്തുന്നവരുടെയൊക്കെ എണ്ണം കൂടുന്നതാണ്. നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയാണ് അവർ വരുന്നതെന്ന കാര്യം മറക്കരുത്. നിങ്ങളുടെ മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതിൽ ആശ്വാസമൊക്കെ കണ്ടെത്തും. ഇത് ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നതാണ്. അനുഭവജ്ഞാനമുള്ള പ്രവർത്തന മേഖലയിലൊക്കെ നിങ്ങൾ പണം മുടക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രാവേളകളൊക്കെ കൂടുതൽ കരുതലോടെ ആവണം. അത് അപകടങ്ങളൊക്കെ പതിയിരിക്കുന്നു. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നത് ഗുണകരമായിരിക്കും. ചിലർക്കൊക്കെ വിദേശ യാത്ര സഫലമാകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഒരു കാരണവശാലും സ്വന്തം ചുമതലകളും മറ്റുള്ളവരെ ഏൽപ്പിക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം വരും. ചിലരൊക്കെ തൊഴിൽ മേഖലയിലൊക്കെ മാറ്റം വരുത്താനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകാനുള്ള സാധ്യത കാണുന്നു. സുതാര്യമായുള്ള പ്രവർത്തനങ്ങളാൽ സർവകാര്യ വിജയം നേടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ട് ലഭിക്കുന്നത് കൊണ്ട് ആത്മവിശ്വാസം ഉണ്ടാകുന്നൊരു സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു സമയമാണ്. ഈശ്വര അനുഗ്രഹം നന്നായിട്ടുള്ള സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ തീർച്ചയായിട്ടും പുണ്യ സ്ഥലങ്ങൾ ദർശിക്കേണ്ട, അത്യാവശ്യം പുണ്യകർമ്മങ്ങൾ ചെയ്യുക ഒക്കെ ചെയ്ത് സുബ്രഹ്മണ്യ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവകാര്യ വിജയം ലഭിക്കുന്നതാണ്. അതിനായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശിക്കുക. ഭഗവാൻ 21 നാരങ്ങ കോർത്ത മാല സമർപ്പിക്കുക, ഭസ്മം സമർപ്പിക്കുക, പാലഭിഷേകം നടത്തുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. എല്ലാത്തിനും ഉപരി സ്കന്ദപുരാണ പാരായണം, സ്കന്ദ ഷഷ്ഠീവ്രതം ഒക്കെ എടുക്കുക. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ലൊരു സമയം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിൽ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.